എൻ്റെ പിന്നിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള വീടുള്ളത് തിരുവനന്തപുരത്ത് വെങ്ങാനൂരാണ്. വെങ്ങാനൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്ററാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ലോറി സൈറ്റാണ്. നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് വെങ്ങാനൂരേക്ക് ഈ കനാലിന് ക്രോസ് ചെയ്ത് പാലമുണ്ട് കേട്ടോ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 മീറ്ററും നമുക്ക് വലിയ വണ്ടി വരുന്നത് അതുവഴി ഇപ്പം നമുക്ക് 2 വീലറിൻ്റെ ഒരു പാലമാണുള്ളത്. നമുക്കിനിയിപ്പം ഉടനെ തന്നെ ഇവിടെ അല്ലാണ്ട് ഒരു വലിയ പാലം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെങ്ങാനൂർ ജംഗ്ഷനിലേക്ക് 300 മീറ്ററും ഇനി ഇപ്പം നമുക്ക് നിലവിലുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി അങ്ങനെ ചെന്ന് കയറുകയാണെങ്കിൽ 600 മീറ്ററാണ് നമുക്ക് വെങ്ങാനൂർ ജംഗ്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ചാവടിനട ജംഗ്ഷൻ നമ്മുടെ പള്ളിച്ചൽ നിന്ന് വരുമ്പോൾ ചാവടിനട ജംഗ്ഷനിലേക്ക് നമുക്ക് ഈ പറഞ്ഞൊരു സെയിം ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ദൂരം വരുന്നത്. നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. മുൻവശത്തുള്ള മതിലൊക്കെ നോക്കി നല്ല നീറ്റായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഗേറ്റ് നന്നായി ഇഷ്ടപ്പെട്ടു. നോക്കി ഇതിനകത്ത് ഈ ഷീറ്റിൻ്റെ വർക്ക് ചെയ്തേക്കുന്നതുണ്ടോ, പൈപ്പ് കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിത് ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിതി വരുന്നത്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരിട്ട് പുള്ളിയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. മുറ്റത്തെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കാർ പോർച്ച് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് ടോട്ടലായിട്ട് 4 ബെഡ്റൂം വീടാണ്. നമുക്ക് നോർമലി സ്ട്രക്ചറിനകത്ത് നമുക്ക് കാർ പോർച്ച് വരത്തില്ല, പുറത്താണ് കാർ പോർച്ച് വരുന്നത്. ഇതിലുള്ള സ്പേസിലൊക്കെ ചെറിയ രീതിയിലുള്ള ഗാർഡനിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു കോർണറിൽ ചെയ്തിട്ടുണ്ട്. ഈ വശങ്ങളിലേക്കെല്ലാം ചെടി വെച്ച് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊരു 2 കാർ സുഖമായിട്ട് നമുക്ക് മുൻവശത്ത് നിന്നാലും നമുക്ക് വീണ്ടും സ്പേസ് കിട്ടും കേട്ടോ. ആ രീതിയിലാണ് നിർമ്മിതി വന്നിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കി നല്ല നീറ്റായിട്ടുള്ളൊരു എലിവേഷൻ അല്ലേ. നല്ല പ്രീമിയം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ്. നമുക്ക് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ വരാന്ത സ്പേസ് വരുന്നത്. ഇവിടെയുള്ള ഇതിനകത്തേക്ക് ഒരു സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പൊന്നും പുറത്ത് കിടക്കത്തില്ല, എല്ലാം അതിനകത്തേക്ക് സേഫായിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ഈ സ്പേസ് നമുക്കിങ്ങനെ ഒന്ന് ഇരിക്കാനായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മുൻവശത്തെ വാതിൽ വന്നത് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. 2 പാളിയായിട്ടാണ് നമുക്ക് ഡോർ വരുന്നത്. ഈ രീതിയിൽ നമുക്ക് 2 പാളിയിലാണ് നമുക്ക് മുൻവശത്തെ ഡോർ വരുന്നത്. നമുക്ക് ഉള്ളിലേക്കുള്ള ഡോറൊക്കെ വരുമ്പോഴത്തേക്കും ഉപയോഗിച്ചിട്ടുള്ള തടി വന്നിട്ട് പ്ലാവ്, തേക്ക്, അതുപോലെ ചീലാന്തിയിലാണ് നമുക്ക് ഉള്ളിലേക്കുള്ള ഡോർസൊക്കെ വരുന്നത്. അകത്തേക്കുള്ള വിഷ്വൽ നോക്കി നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു ഫീലാണ് തോന്നുന്നത് കേട്ടോ. ഇത്രയും വലിയൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇത് ഫുള്ള് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ഇവിടെയൊക്കെ സോഫ ഇടുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചുറ്റി തന്നെ സോഫ ഇടാൻ സാധിക്കും. ഇപ്പോൾ പല വീടുകളിൽ പോയാലും നമുക്ക് ഈ സോഫയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പിൻവശത്തേക്കുള്ള സ്പേസ് നോർമലി ഇതുപോലെ കവേർഡ് ആയിട്ടുള്ള സ്പേസ് കിട്ടത്തില്ല. ഇത് നോക്കി ചുറ്റി നമുക്ക് കവേർഡ് ആയിട്ടുള്ള സ്പേസ് കിട്ടും. ഇവിടെ ഒരു ഷോക്കേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അതിനകത്ത് ഫുള്ള് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു TV യൂണിറ്റിൻ്റെ ഏരിയ. ഇതിനകത്തെല്ലാം ബാക്ക് ഡ്രോപ്പായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ടെക്സ്ചർ വർക്ക്, ടെക്സ്ചറല്ല ഇത് ശരിക്കും ടൈലാണ് കേട്ടോ. ഇങ്ങനെയുള്ള ടൈലിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അടിയിലേക്ക് ഫുള്ള് സ്റ്റോറേജ് സ്പേസും നമുക്ക് വയേഴ്സ് ഒന്നും പുറത്ത് കാണത്തില്ല, ഫുള്ളായിട്ട് അതിനകത്തിരിക്കും. ആ രീതിയിൽ നീറ്റായിട്ട് ചെയ്തൊരു വർക്കാണ്. അതിൻ്റെ മേളിലേക്ക് നോക്കിയേ, ആ ടെക്സ്ചർ വർക്ക് അങ്ങനെ തന്നെ നമ്മുടെ സീലിങ്ങിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ഒരു തീം കളർ എന്ന് പറയുമ്പോൾ ഈ ഒരു പിസ്ത കളറാണ് കേട്ടോ. ഫുള്ളായിട്ട് ഈ ഒരു പിസ്ത കളറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ്, ഒരു പിസ്തയിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൊരു ഗ്രീൻ ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഈ ഒരു തീമാണ് നമുക്ക് വീട് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സീലിങ്ങിലേക്കെല്ലാം ഇതുപോലുള്ള ആംബിയൻസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെയർ നോക്കിയേ, സ്റ്റെയർ വന്നിട്ട് നമ്മുടെ ലിവിങ് സ്പേസിനെയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നടുവിലൂടെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റെയിലിംഗ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിലാണ്. ഇപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലുള്ള ഏരിയയിലാണ് നമുക്ക് ഇൻവെർട്ടർ എല്ലാം ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. വാഷ് ഏരിയ ഈ ഒരു കോർണറിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ക്രോക്കറി ഷെൽഫും കാണാൻ സാധിക്കും. നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മേളത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിനു മുമ്പ് നമുക്ക് കിച്ചൻ്റെ വീഡിയോസ് കണ്ടിട്ട് വരാം. ഇതൊരു ഓപ്പൺ കൗണ്ടറാണ്, ഓപ്പൺ കിച്ചണാണ്. ഇതുപോലുള്ള ലൈറ്റ് കൊടുത്തപ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. അതുപോലെ കിച്ചണിൽ ഭയങ്കര സ്പേസ് ആണ് കേട്ടോ. എന്തോരം ദൂരം ഉണ്ടെന്ന് നോക്കി, ഇത്രയും ലെങ്തിൽ വലിയൊരു കിച്ചണാണ്. അതുപോലെ ഒത്തിരി അധികം ക്ലോസ്ഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മേളിൽ നോക്കി, മേളിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത്
ഒത്തിരി അധികം ക്ലോസ്ഡ് സ്പേസ് ഉണ്ട്. ഇവിടെയും നമുക്ക് ചെറിയൊരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള കിച്ചണിലെ സാധനങ്ങൾ ഇവിടെ തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. കിച്ചണിനകത്തുള്ള പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയുടെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും എല്ലാം പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് പിൻവശത്തേക്ക് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ബാക്ക് യാർഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും ചെറിയൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയും ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് നമ്മുടെ തുണി നനയ്ക്കാനുള്ള കല്ലെല്ലാം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പിൻവശത്തേക്കുള്ള മതിലിൻ്റെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ കീപ്പ് ചെയ്യാനോ സാധിക്കും. നമുക്കിതാ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് പോകുന്നത് ഇതൊരു നമ്മുടെ ഒരു ബെഡ്റൂമാണ്. അതിനോട് ചേർന്നുള്ള ബാത്റൂം വന്നിട്ട് ഒരു കോമൺ ബാത്റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, പക്ഷെ അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. നല്ല വലിപ്പത്തിനുള്ളൊരു ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതിനകത്തുള്ള സാനിറ്ററി വെയർസ് ആയാലും അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് ആയാലും എല്ലാം സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കതുപോലെ ഉപയോഗിച്ചിട്ടുള്ള ടൈൽസ് വന്നിട്ട് ജോൺസന്റെ ടൈലും അതുപോലെ കജാറിയുടെ ടൈൽസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ റൂംസിലും ഇതുപോലുള്ള സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഏരിയയിലെ സീലിംഗ് വർക്ക് നോക്കി ഫുള്ളായിട്ട് ഇതുപോലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് CNC കട്ട് ചെയ്ത് അതിനകത്താണ് ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ വരുന്ന സീലിംഗ് ആണ് കേട്ടോ. ശരിക്കും ഒത്തിരിയധികം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഓവറായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഭയങ്കരമായിട്ട് ഒരു ആംബിയൻ ലൈറ്റിങ്ങും ഭയങ്കര നീറ്റാണ്. നമുക്കിനി മേളിലേക്ക് പോകാം. ഇവിടേക്ക് വരുമ്പോഴും നാച്ചുറലായിട്ടുള്ള വെട്ടം വരുന്നുണ്ട്. കാരണം നമുക്ക് ഇവിടെയുള്ള പർഗോളാസും അതുപോലെ തന്നെ നിഷും കൊടുത്തിട്ടുണ്ട്. അതുവഴി അകത്തേക്ക് പ്രകാശം വരുന്നുണ്ട്. മേളിൽ നോക്കി പർഗോളാസ് കൊടുത്ത് അതുവഴി ലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. ഞാൻ കയറി വരുമ്പോൾ തന്നെ നല്ല പ്രകാശമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മേളിലത്തെ ഒരു ലിവിങ് സ്പേസ്. നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ഒത്തിരിയധികം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റഡി ടേബിളൊക്കെ ഈ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്യാം. ഈ സ്പേസിൽ നമുക്ക് വീണ്ടും സോഫയൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ TV യൂണിറ്റ് പ്ലേസ് ചെയ്യാം. അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് കേബിളെല്ലാം കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടലായിട്ട് 2 ബെഡ്റൂംസാണ് ഈ ഒരു നിലയിൽ വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി ആക്സസോട് കൂടി വരുന്ന റൂമാണ്. ഇത് നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് വരുന്ന ഒരു ബാൽക്കണി ഏരിയയാണ്. നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ വന്നിട്ട് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മുന്നിലേക്കുള്ളൊരു വിഷ്വൽ നോക്കി. നമുക്ക് ഫ്രണ്ടിലൂടെ പോകുന്നത് ഇറിഗേഷൻ്റെ കനാലാണ് കേട്ടോ. അതിൽ നമുക്കിപ്പോൾ വെള്ളമില്ല, സീസണിലായിട്ട് അതുവഴി വെള്ളം പോകുന്നുണ്ട്. അപ്പോഴും നമുക്ക് കാണാനും നല്ലൊരു ലുക്കാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വലൊക്കെ നല്ല നീറ്റാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൊക്കാലിറ്റിയാണ്. ശരിക്കും നമുക്കിവിടെ നിന്ന് സിറ്റിയിലേക്ക് കയറാനാണെങ്കിൽ വളരെ അടുത്താണ്. നമുക്കിവിടെ നിന്ന് ബൈപ്പാസിലേക്ക് കയറാൻ ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കോവളത്തേക്ക് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ ഒരു 4-4.5 കിലോമീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ ഒത്തിരിയധികം പ്രോജക്ട്സ് വിഴിഞ്ഞം ബേസ് ചെയ്ത് നമുക്ക് തിരുവനന്തപുരത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് വിഴിഞ്ഞം വന്നിട്ട് ഇവിടെ വേറെ ഡെവലപ്മെൻ്റ് ഒന്നും വരാൻ പോകുന്നില്ല എന്നാണ്. നമുക്ക് തിരുവനന്തപുരത്തുള്ള മിക്കവാറുള്ള മേജർ ബിൽഡേഴ്സ് എല്ലാം വിഴിഞ്ഞം ബേസ് ചെയ്ത് പൂവാറ് വിഴിഞ്ഞത്തിന് അടുത്തോട്ടൊക്കെ സ്ഥലം എടുത്ത് അവിടെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരിയധികം പ്രോപ്പർട്ടീസ് വില്ല പ്രോജക്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. നോർമലി പൂവാറിലൊക്കെ അപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മൾ പണ്ടൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ പൂവാർ ബേസ് ചെയ്ത് അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. വേണമെങ്കിൽ വേഗം തന്നെ വാങ്ങി കേട്ടോ.
ഇതാണ് നമ്മുടെ അടുത്ത് വരുന്നൊരു ബെഡ്റൂം. എല്ലാ റൂമും നല്ല സ്പേഷ്യസ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. നമുക്ക് ഈ ബാത്റൂമിൻ്റെയൊക്കെ ഡോറായാലും എല്ലാം പ്രീമിയം ലുക്ക് വരുന്ന നല്ല നീറ്റായിട്ടുള്ള ഡോറാണ്. ഇത് വന്നിട്ട് FRPയിലുള്ള മെറ്റീരിയലാണ് കേട്ടോ. FRP ഡോർ എന്നാണ് പറയാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തടിയുടെ ഒരു ഫിനിഷ് വരും. പക്ഷേ ഒത്തിരി അധികം വെള്ളം നനഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസാണ്. ഇതാ ഇവിടെയും ടൈലെല്ലാം ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ നനയാണ്ട് തന്നെ ഇടാൻ സാധിക്കും. വാഷിംഗ് മെഷീൻ എല്ലാം കുറച്ചുകൂടെ നമുക്ക് സേഫായിട്ട് വയ്ക്കാം. ഇതുവഴി നമുക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രിയാണ്. നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസാണ്. നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു കൂര വരുന്നില്ലേ, അതിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് നമുക്കിതാ വീണ്ടും ഒരു കവേർഡ് സ്പേസ് ആയിട്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ ഒന്ന് അടച്ചുകൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടാങ്ക് നോക്കിയേ, കുറച്ചുകൂടെ ഉയർത്തിയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിയിലും നമുക്കൊരു ചെറിയൊരു സ്പേസ് കിട്ടും. ഈ ടാങ്കിൻ്റെ അടിയിലേക്ക് നമുക്ക് വീണ്ടും ഒരു സ്പേസ് കിട്ടും. മേളിൽ തന്നെ നമുക്കൊരു ടാപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉയർത്തി വെച്ചുകൊണ്ട് ഈ മേളിലത്തെ ടാപ്പൊക്കെ നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു പാർട്ടി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്പേസാണ് ഇത്. നമ്മുടെ താഴേക്കുള്ള പർഗോള അത് വന്നിട്ട് അങ്ങനെ അടച്ചിട്ടെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് വെങ്ങാനൂരാണ്. നമുക്കിതിനകത്ത് റൂംസൊക്കെ കാണിച്ചപ്പോൾ നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിനകത്ത് വാർഡ്രോബ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ. ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 88 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. നേരിട്ട് ഓണറായിട്ടുള്ള ഡീലിംഗ് ആണ്. ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തതിന് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് വിഴിഞ്ഞത്തുനിന്നായാലും അതുപോലെ തന്നെ കോവള ആയാലും ബൈപ്പാസിൽ നിന്നൊക്കെ വളരെ അടുത്താണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. വെങ്ങാനൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 300 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 5 സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഉദ്ദേശിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.